ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 4 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ യുഷിരോനെയാണ് നമ്മൾ കാണുന്നത്. അവനവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ എന്തോ കാര്യം ഓർമ്മ വരുന്നു. ലേഡി താമയോ, ലേഡി താമയോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഓടുന്നു. ഗുഡ് ഈവനിങ് മിസ് താമയോ. ഈ രാത്രിയിൽ ഈ ജനാലയൊക്കെ തുറന്നിടുന്നത് അപകടമാണ്. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷം. ഞാൻ ഗാന ഉബയാഷിക്കിയുടെ ഒരു മെസ്സഞ്ചറാണ്. നിങ്ങൾക്കെന്നെ സംശയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ടാഞ്ചറോ ചെയ്തതുപോലെ നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ലേഡി താമയോട് ആ കാക്ക പറയുന്നു. ഇവന്റെ ഉദ്ദേശം എന്താണ്? ഉബയാഷിക്ക് എന്നെ കൊടുക്കാൻ നോക്കുവാണോ എന്ന് ചിന്തിക്കുവാണ് താമയോ. ഉഷിരയോടെ എന്ന് താമയോ ആ കാക്കയോട് ചോദിക്കുന്നു. അവനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മുകളിൽ അവൻ ഓടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനില്ലേ? അപ്പോഴാണ് ഉഷിരോ താമയോ വിളിച്ചുകൊണ്ട് താഴോട്ട് ഓടി വരുന്നത്. താമയോ, ലേഡി താമയോ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റെയർകേസിന്റെ മണ്ടയെന്ന് താഴെ വീഴുന്നു. ഇനി ഞാൻ വന്ന കാര്യം പറയാം. ഡീമൺ സ്ലെയർ കോർപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഡീമൺസ് ബോഡിയുടെ ഫിസിയോളജിയെ പറ്റിയും മരുന്നുകളെ പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ അവളോടൊപ്പം ചേർന്ന് നിസുക്കോയെ പഴയതുപോലെ ആക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് മൂസാൻ കിബുക്സുജിയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നാ കാക്ക അവളോട് പറയുന്നു. എന്ത്? ഒരു ഡീമൺ ആയിട്ടുള്ള എന്നെ ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് ക്ഷണിക്കുന്നു? അതെ, ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ കാക്ക അവിടെ നിന്നും പറന്നു പോകുന്നു. ഇതേ സമയം ഉഷിര അങ്ങോട്ട് വരുന്നു. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും പോവാം. ഒരുക്കങ്ങളെല്ലാം തയ്യാറായി. അതിന്റെ ആവശ്യമില്ല. ഇപ്പോ നിസുകോ സൂര്യപ്രകാശത്ത് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ യുദ്ധം തന്നെ നടക്കാൻ പോവാ. അന്നത്തെ സംഭവം ഇപ്പോ ഇതുവരെ ഒക്കെ എത്തിയിരിക്കുന്നു എന്ന് താമയോ പറയുന്നു. നിങ്ങൾ എന്തീ പറഞ്ഞു വരുന്നേ? നമ്മൾ ഇവിടെ നിന്നും മാറാൻ പോവാ. ഇത്രയും കാലം നമ്മൾ ചെയ്ത എല്ലാ എക്സ്പെരിമെന്റും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിന് എനിക്ക് നിന്റെ സഹായം വേണം. ഇനിയൊരിക്കലും നമുക്ക് ഒളിച്ചു താമസിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് പോവാൻ പോവാ എന്ന് ലേഡി താമയോ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടാഞ്ചറോ ആ കത്ത് വായിക്കുന്നതാണ്. മാസ്റ്റർ ഉബയാഷിക്ക് അവൻ എഴുതിയതാണത്. ഹേയ് ടാഞ്ചറോ, എന്തൊക്കെയുണ്ട്? നിന്റെ പരിക്കുകളൊക്കെ കുറവുണ്ടോ? നിർഭാഗ്യവശാൽ എനിക്ക് നിന്നെ കാണാൻ വരാൻ സാധിക്കില്ല. ഈ കത്തിനാണ് എഴുതുന്നത്. നിന്നോടൊരു സഹായം ചോദിക്കാനാണ്. എനിക്ക് വേണ്ടി നീ ഗിയോ ടോമിയാക്കോനോട് സംസാരിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഇത്. അവനെപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. നീ അവനോട് സമാധാനത്തോടെ സംസാരിക്കണം. സോ മാസ്റ്ററിന് വേണ്ടി ഗിയോനോട് സംസാരിക്കാൻ പറഞ്ഞ ടാഞ്ചറോ, ശരി ടോമിയാക്കോനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വീടിന് പുറത്തോട്ട് ഇറങ്ങിയ ടാഞ്ചറോ കാണുന്നത് ആവിയാണ്. ഹേയ് ടാഞ്ചറോ, ഇത് രാവിലെ തന്നെ എങ്ങോട്ട് പോകുന്നു? ഹാഷറ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വല്ല ഉദ്ദേശവും ഉണ്ടോ? അതിനു മുൻപ് എനിക്ക് ഒരാളെ കാണേണ്ടതുണ്ട്. മിസ് ആവി, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഒരാൾ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. എന്ന അയാളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്നെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുക. ഈ പറഞ്ഞ ആളെ കാണാനാണോ നീ പോകുന്നേ എന്ന് ആവി അവളോട് ചോദിക്കുന്നു. അതെ എന്ന് ടാഞ്ചറോയും പറയുന്നു. എന്നൊരു മിനിറ്റ് നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ ആവി അതിനകത്തോട്ട് പോകുന്നു. മിസ്റ്റർ ഗിയോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു എന്ന് ചിന്തിക്കുവാണ് ടാഞ്ചറോ. പിന്നീട് ടാഞ്ചറോക്ക് ആവി കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. നീ ഈ പറഞ്ഞ ആളുടെ കൂടെ ഇരുന്ന് നീ ഇത് കഴിക്കണം. ഈ ഒരു സമയത്ത് ഭക്ഷണം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നിന്റെ മനസ്സിനും ഹെൽത്തിനും ഒരുപാടധികം ഗുണം ചെയ്യും. ഭക്ഷണം തന്ന ആവിയോട് താങ്ക്സ് പറഞ്ഞ് ടാഞ്ചറോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഗിയോയുടെ വീട്ടിന് മുമ്പിലെത്തിയ ടാഞ്ചറോ അവിടെ കടന്ന് ഒച്ചയുണ്ടായിക്കൊണ്ടിരിക്കുവാണ്. ഹലോ ഗിയോ, ഹലോ ടോമിയാക്കോ, ഇത് ഞാനാ ടാഞ്ചറോ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്കറിയാം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹേയ് ടോമിയാക്കോ, ഞാനിപ്പോ അകത്തോട്ട് വരും. വരട്ടെ? ഞാനിപ്പോ വരുവേ. ഇതെല്ലാം തന്നെ അകത്തിരുന്ന് ഗിയോ കേൾക്കുന്നുണ്ട്. എന്ത്, അവനിപ്പോ അകത്തോട്ട് കയറി വരുമോ? ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ഡോറിലോട്ട് നോക്കുന്ന സമയത്ത് അത് പതിയെ ഓപ്പൺ ആവുന്നു. ഹേയ് ടോമിയാക്കോ എന്ന് പറഞ്ഞ് ടാഞ്ചറോ അകത്തോട്ട് നോക്കുവാണ്. സോ അകത്തോട്ട് കയറിയ ടാഞ്ചറോ ഗിയോയുടെ തൊട്ട് മുമ്പിൽ വന്നിരിക്കുവാണ്. ഇവൻ എന്തിനാ ഇത്ര അടുത്ത് വന്നിരിക്കുന്നേ എന്ന് ചിന്തിക്കുവാണ് ഗിയോ. ഇതേ സമയം ടാഞ്ചറോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഗിയോനോട് പറയുവാണ്. പിന്നീട് എല്ലാവരും ഹാഷിറ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. അവര് പോയ കാര്യമൊക്കെ എനിക്കറിയാം എന്ന് ഗിയോ പറയുന്നു. ഓ അങ്ങനെയാണോ? ശരി, ഒരാഴ്ച കഴിഞ്ഞാൽ എന്റെ കാല് ശരിയാവുമെന്ന് തോന്നുന്നു. പിന്നീട് എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാം. ഇല്ല, ഒരിക്കലും നടക്കില്ല. ഇത് കേട്ട് ടാഞ്ചറോ, അതെന്താ നടക്കാത്തെ? എനിക്കെന്തോ നിങ്ങൾക്ക് വളരെ ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അതെ, നീ വിചാരിച്ചത് ശരിയാ. എനിക്ക് ദേഷ്യമുണ്ട്. അതിന് കാരണവും നീയാണോ? നീ വാട്ടർ ബ്രീത്തിങ് മാസ്റ്റർ ചെയ്തില്ല. അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ നീ ഒരു വാട്ടർ ഹാഷറായി മാറേണ്ടതായിരുന്നു എന്ന് ടോമിയാക്ക അവനോട് പറയുന്നു. ഓ അതാണോ പണ്ട് മാസ്റ്റർ ഉറക്കടാക്കി എന്നോട് പറഞ്ഞത്? ഒരു ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്നും ചെറിയൊരു മാറ്റം കൊണ്ടുവന്ന വേറെ ബ്രീത്തിങ് സ്റ്റൈലുകൾ ഉണ്ടാക്കാൻ സാധിക്കും.
വാട്ടർ ബ്രീത്തിങ്ങിൽ നിന്നും ഒരുപാട് ബ്രീത്തിങ് സ്റ്റൈൽസ് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വാട്ടർ ബ്രീത്തിങ്ങിനേക്കാൾ കംഫർട്ടായിട്ട് തോന്നിയത് ഞാൻ കണ്ടുപിടിച്ച പുതിയ ബ്രീത്തിങ് സ്റ്റൈലാണ് എന്ന് ടാൻജിറോ പറയുന്നു. ഞാൻ അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഇപ്പോ ഒരു ഹാഷർ പോലും ഡീമൺ സ്ലെയർ കോർപ്പിലില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോ ഒരാൾ വാട്ടർ ഹാഷറായി മാറിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ വാട്ടർ ഹാഷറല്ലേ എന്ന് ചോദിക്കാണ് ടാൻജിറോ. അല്ല, ഞാൻ നീ വിചാരിക്കുന്ന പോലെയല്ല, നിനക്ക് ഇവിടെ നിന്നും പോവാം എന്ന് പറഞ്ഞ് ഗിയോ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴാണ് മാസ്റ്റർ ടാൻജിറോയോട് ഗിയോനോട് നീ സാവധാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അവൻ ആലോചിക്കുന്നത്. പിന്നീട് ടാൻജിറോ വീണ്ടും ഗിയോയുടെ അടുത്തോട്ട് വരുവാണ്. ഹേ ടോമിയാക്കോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഞാനിതാ നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. വിശന്നാൽ നിങ്ങളല്ലാതാവും. എല്ലാവരും പറയുന്നത് ഫുഡ് കഴിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്നാ. അതുകൊണ്ട് ഞാനിത് ഇവിടെ വെക്കുവാണേ എന്ന് പറഞ്ഞ് ടാൻജിറോ അവിടെ നിന്നും പോകുന്നു. എന്നാൽ അന്ന് രാത്രി ടോമിയാക്കോ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ടാൻജിറോ അത് അതിനകത്ത് കിടക്കുന്നു. ടാൻജിറോ കൊണ്ടുവന്ന ഫുഡും ടോമിയാക്കോ കഴിച്ചിട്ടുണ്ട്. ഹോയ് ടോമിയാക്കോ, നിങ്ങൾ വന്നോ? ഫുഡൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു എന്ന് പറയുവാണ് ടാൻജിറോ. പെട്ടെന്ന് തന്നെ ടോമിയാക്കോ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ടാൻജിറോയും പുറകെ തന്നെ പോവാണ്. ടോമിയാക്കോ, ഇതെന്താ നിങ്ങൾ ചെയ്യുന്നേ? ഇത് മിഷനാണോ? അല്ലെങ്കിൽ ഇവിടെ മൊത്തം നിരീക്ഷിക്കുകയാണോ നിങ്ങൾ? പക്ഷെ ഇവിടെ ഒരു ഡീമണെ പോലും കാണാനില്ലല്ലോ. ഇവിടെ ഡീമണൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ട്രെയിനിങ് ചെയ്താലോ? അന്ന് രാത്രി മുഴുവനും ടാൻജിറോ ഗിയോയുടെ പുറകെ തന്നെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച ഗിയോയുടെ അടുത്തോട്ട് വീണ്ടും ടാൻജിറോ വരുന്നു. ടോമിയാക്കോ, നിങ്ങൾ ഉറങ്ങുവാണോ? ടോമിയാക്കോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വാ, നമുക്ക് ട്രെയിനിങ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുക. ഒന്ന് ഫുഡ് കഴിക്കാൻ പോലും സമാധാനം കൊടുക്കാതെ ടാൻജിറോ ടോമിയാക്കോയുടെ പുറകെ തന്നെ പോകുന്നു. എന്തിന്? ഒന്ന് കുളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇതേ കാര്യം പറഞ്ഞ് ടാൻജിറോ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കുവാണ്. അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ, എന്താ ഇവന്റെ ഉദ്ദേശം? ജീവിതകാലം മുഴുവൻ ഇതും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കാനാണോ? ഒരുപക്ഷെ ഞാൻ ഇവനോട് സംസാരിച്ച ഇവൻ എന്റെ പുറകെ നിന്ന് പോവോ? ഇവന്റെ ടോർച്ചർ സഹിക്കുന്നതിനേക്കാൾ നല്ലത് ഇവനോട് സംസാരിക്കുന്നതാ എന്ന് പറഞ്ഞ് ഗിയോ സംസാരിക്കാൻ തുടങ്ങുന്നു. ഹേയ് ടാൻജിറോ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഫൈനൽ സെലക്ഷൻ പാസ്സായിട്ടില്ല. ഫൈനൽ സെലക്ഷനോ? ഡീമൺ സ്ലെയർ ഫൈനൽ സെലക്ഷനെ പറ്റിയാണോ പറയുന്നത്? ആ വിസ്റ്റീരിയ പൂവൊക്കെയുള്ള? അതെ, അത് തന്നെ. അന്ന് എന്റെ കൂടെ ഒരു പയ്യൻ കൂടി ഉണ്ടായിരുന്നു, എന്റെ വളരെ അടുത്ത സുഹൃത്ത്. അവന്റെ ഫാമിലിയും എന്റെ ഫാമിലിയെ പോലെ ഡീമൺസ് അറ്റാക്ക് ചെയ്തതാണ്. അവന്റെ പേര് സാബിറ്റോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ് ചെയ്തത്. ഞങ്ങൾ കണ്ടുമുട്ടി വളരെ പെട്ടെന്ന് തന്നെ നല്ല സുഹൃത്തുക്കളായി മാറി. മാസ്റ്റർ ഉറോക്കടാക്കിയായിരുന്നു ഞങ്ങളെ ട്രെയിനിങ് ചെയ്തത്. ആ വർഷത്തെ ഫൈനൽ സെലക്ഷൻ അന്ന് ഏറ്റവും കൂടുതൽ ഡീമൺസിനെ ഇല്ലാതാക്കിയത് അവനായിരുന്നു. അതിൽ തുടക്കത്തിൽ തന്നെ എന്നെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്തു. എനിക്ക് നല്ല പരിക്ക് പറ്റി. എന്നെ കൊണ്ട് അതിൽ കൂടുതലൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. അവിടെ വെച്ച് എന്നെ രക്ഷിച്ചത് സാബിറ്റോ ആയിരുന്നു. എനിക്കറിയാം, അവൻ നല്ലൊരു സോർട്സ്മാൻ ആയിരുന്നു. എന്നെക്കാൾ എത്രയോ കഴിവുള്ളവൻ. അവന്റെ ഫൈറ്റിംഗ് സ്കില്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു 13 വയസ്സുകാരനാണെന്ന് ഒരിക്കലും തോന്നില്ല. അന്ന് അവിടെ വെച്ച് ഒരു സോർട്സ്മാനെ ഒരു ഡീമൺ പിടിച്ചു. അവൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് സാബിറ്റോ അവനെ രക്ഷിക്കാൻ വേണ്ടി പോയി. എന്നാ അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് ആ ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ആ സത്യം അറിയുന്നത്. 7 ദിവസമായിട്ട് ഞാൻ കോമയിലായിരുന്നു. സാബിറ്റോ മരിച്ചുപോയെന്ന് എന്നെ കൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. അന്ന് ഒരു ഡീമണെ പോലും കൊല്ലാതെ ഞാൻ ആ സെലക്ഷൻ പാസ്സായി. അന്ന് ഡീമന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാവരും പാസ്സായി. ഞാൻ അന്ന് പാസ്സാവാൻ കാരണം സാബിറ്റോ ആയിരുന്നു. നിനക്കറിയോ, ഒരു ഡീമൺ സ്ലെയർ ആവാനുള്ള യോഗ്യത എന്നെക്കാൾ കൂടുതൽ അവനായിരുന്നു. ഒരിക്കലും മറ്റ് ഹാഷറാസിനെ പോലെയല്ല ഞാൻ. പേരിന് മാത്രം ഒരു ഹാഷറ എന്ന് പറഞ്ഞു നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഒരിക്കലും അർഹിക്കാത്ത വിജയം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഡീമൺ സ്ലെയർ കോർപ്പിന്റെ കൂടെ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതാ ഞാൻ പറഞ്ഞേ, മറ്റേ ഹാഷറാസിനോട് സഹായം ചോദിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ആ ഡീമൺ സ്ലെയർ മാർക്ക് അതൊരിക്കലും എനിക്ക് വരാൻ പോകുന്നില്ല. എനിക്ക് പകരം അവിടെ സാബിറ്റോ ആയിരുന്നെങ്കിൽ അവൻ അത് വന്നേനെ. എന്റെ കൂടെ നടന്ന് നീ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടോമിയാക്കോ അവിടെ നിന്ന് നടക്കുന്നു. ഇത് കേട്ട് ടാൻജിറോ, ടോമിയാക്കോ, എനിക്കറിയാം നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന്. എനിക്കറിയാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് മരിച്ചുപോയ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ് എന്ന് എനിക്കറിയാം. നമ്മളെക്കാൾ അർഹതയുള്ള ഒരാൾക്കൊരു സ്ഥാനം കിട്ടിയില്ല. അയാൾ നമ്മളെ വിട്ടുപോയി. നമ്മളെ സഹായിക്കുന്ന സമയത്താണ് അവർ നമ്മളെ വിട്ടുപോയതെങ്കിൽ അതൊരിക്കലും നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല എന്ന് ടാൻജിറോ പറയുന്നു. സാബിറ്റോ അന്ന് ആ മൗണ്ടനിൽ വെച്ച് എന്നെ ട്രെയിനിങ് ചെയ്തു. അതെന്തിനായിരുന്നുവെന്ന് എനിക്കറിയില്ല. സാബിറ്റോ ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ ടോമിയാക്കോടെ അതേ പ്രായം തന്നെയായിരിക്കും അവർക്കും. അന്ന് ആ ഫൈനൽ സെലക്ഷനിൽ അവൻ എല്ലാവരെയും രക്ഷിച്ചു. ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു ബെസ്റ്റ് സോർട്സ്മാൻ ആയി മാറിയനെ. ഗിയോ ഇപ്പൊ ചിന്തിക്കുന്നത് അവന് പകരം താൻ മരിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കാം. അന്ന് റെങ്കോക്കോ തന്റെ ജീവൻ കൊടുത്ത് എല്ലാവരെയും രക്ഷിക്കുന്ന സമയത്ത് ഞാനും ഇതേ കാര്യം ചിന്തിച്ചിരുന്നു. റെങ്കോക്കോ മറ്റുള്ളവരെക്കാൾ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴും അവർ ജീവനോടെ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേനെ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അന്ന് അദ്ദേഹത്തിന് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ മൂസാൻ കിബുക്സുജിയെ കൊല്ലാൻ അദ്ദേഹവും ഉണ്ടായേനെ. എന്നാ അന്ന് ഇനോസ്കി പറഞ്ഞത് റെങ്കോക്കോ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന ആ വിശ്വാസം ഞാൻ ഒരിക്കലും കളയാൻ പാടില്ലെന്ന എന്നെ അന്ന് ആ കാര്യം ഒരുപാടധികം ചിന്തിപ്പിച്ചു. പക്ഷെ ഇപ്പൊ ടോമിയാക്കോട് ഞാൻ എന്തു പറയും എന്ന് ചിന്തിക്കുവാണ് ടാൻജിറോ. ടോമിയാക്കോ ഒരിക്കലും ഒരു ഹാഷറയാവാൻ അർഹതയില്ലാത്ത ആളല്ല, എനിക്കറിയാം. അതിനുവേണ്ടി അവർ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏയ് ടോമിയാക്കോ നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
സോബിറ്റോക്ക് നിങ്ങൾ ഒരുപാടധികം വിശ്വാസമായിരുന്നു. അതുകൊണ്ടാ അവരുടെ ജീവൻ പണയം വെച്ചും അന്ന് നിങ്ങളെ അവർ രക്ഷിച്ചത്. ഒരിക്കലും അവരുടെ വിശ്വാസം നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇത് കേട്ട് ടോമിയാക്കോക്ക് അവന്റെ മുഖത്ത് ഒരു അടി കിട്ടിയതുപോലെ തോന്നുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സോബിറ്റോ അവന്റെ മോന്തക്കിട്ടൊന്നും കൊടുക്കുന്നു. ഒരിക്കൽ പോലും നീ മരിക്കണമെന്ന് ഇനി പറയരുത്. ഇനി നീ അങ്ങനെ പറഞ്ഞ നമ്മൾ ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ടിരിക്കില്ല. നിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അവരെ എല്ലാവരെയും ഡീമൺ അറ്റാക്ക് ചെയ്ത സമയത്ത് അവൾ അവളുടെ ജീവൻ പണയം വെച്ച് ഡീമന്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷിച്ചു. അവളുടെ മരണത്തിനെ നീ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. അവൾ നിന്നെ രക്ഷിച്ചത് നീ ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അവളുടെ വിശ്വാസം നീ ഒരിക്കലും ഇല്ലാതാക്കരുത് എന്ന് സോബിറ്റോ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. അന്ന് അവൻ അടിച്ച അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും ഞാൻ അതെങ്ങനെ മറന്നുപോയി? അന്ന് അവന് കൊടുത്ത വാക്ക് ഞാൻ ഇപ്പോഴും നിസ്സാരമായിട്ടാണോ കാണുന്നേ? ഞാൻ അതെങ്ങനെയാ മറന്നുപോയത്? ഇല്ല, എന്നെ കൊണ്ടത് ഓർക്കാൻ പറ്റില്ല. എനിക്കൊരിക്കൽ കൂടി അതിലൂടെ കടന്നു പോകാൻ വയ്യ. സുത്താഗോ, സാബിറ്റോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് ടോമിയാക്കോ. ഇതൊക്കെ കണ്ട് പുറകിൽ നിൽക്കുന്ന ടാച്ചറോ, എന്തുപറ്റി? എന്താ അവർ അനങ്ങാത്തെ? ഞാൻ പറഞ്ഞത് ഇനി എങ്ങനെ അവർക്ക് ഫീലായി കാണോ? എനിക്കറിയാം അവർ ഒരുപാട് സങ്കടത്തിലാ. ഇനി എങ്ങനെ അവരുടെ മനസ്സ് ഞാൻ മാറ്റും? ശരി, ഒരു ഈറ്റിംഗ് കോമ്പറ്റീഷനെ പറ്റി പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാൻ ടാഞ്ചറോ. ഇതേ സമയം, ഹേയ് ടാഞ്ചറോ, നിനക്ക് ഉത്തരം തരാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ട്രെയിനിങ്ങിന് ഞാൻ പെട്ടെന്ന് തന്നെ ടാഞ്ചറോ, നമുക്കൊരു ഈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയാലോ? ആരെ ജയിക്കാന്ന് നോക്കാലോ? ഇത് കേട്ട് ടോമിയാക്കോ അവനെ തന്നെ നോക്കുവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഫുഡ് കഴിച്ച് മത്സരിക്കുന്നതാണ്. ഇതേ സമയം ടോമിയാക്കോ, കോച്ച് എന്നോട് ഹാഷ്റ ട്രെയിനിങ്ങിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുവാണ്. ഏയ്, എന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയുള്ള ട്രെയിനിങ്ങാ ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ലേഡി ഷിനോബോനെയാണ്. ചേച്ചി, എനിക്ക് സമാധാനം കിട്ടാൻ എന്നെ ഒന്ന് സഹായിക്കുവോ? പക്വതയില്ലാത്ത എന്നെ പോലെയുള്ളവർക്കാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോഴാണ് കാന അങ്ങോട്ട് വരുന്നത്. മാസ്റ്റർ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വിൻഡ് ഹാഷറയുടെ ട്രെയിനിങ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റോൺ ഹാഷറ. പിന്നീട് ഞാൻ നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ് കാനോ. ഇല്ല, ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഹാഷറ ട്രെയിനിങ് ചെയ്യുന്നില്ല എന്ന് ഷിനോബോ പറയുന്നത് കേട്ട് അതെന്താണെന്ന് കാനോ ചോദിക്കുന്നു. അപ്പോഴാണ് ഷിനോബോ കാനോയെ അടുത്തോട്ട് വിളിക്കുന്നത്. ഇതാണ് പറ്റിയ സമയം. നിനക്ക് ഞാൻ ആ ഡീമനെ പറ്റി പറഞ്ഞുതരാം. എന്റെ ചേച്ചി കനായെ കൊന്ന ആ ഡീമനെ പറ്റി, അതിനെ എങ്ങനെ ഇല്ലാതാക്കണമെന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നവൾ പറയുന്ന സമയത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് അടുത്ത മൺഡേ ആണ് റിലീസ് ആവാൻ പോകുന്നത്. സോ അതുവരെ നമ്മൾ ഏത് എനിമിയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.